എല്ലാ സുഹൃത്തുക്കൾക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ ബ്ലാക്ക് സോൾജർ ഫ്ലൈയുടെ ലാർവകൾ എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. വീട്ടിൽ കോഴി, കാട, താറാവ്, അതുപോലെ അലങ്കാര പക്ഷികൾ, മത്സ്യങ്ങൾ ഒക്കെ വളർത്തുന്നവർക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇത്. എന്താണ് ഈ ബ്ലാക്ക് സോൾജർ ഫ്ലൈ, എങ്ങനെയാണ് ഇത് ഉണ്ടാകുന്നത്, എങ്ങനെയാണ് ഇതിൻ്റെ ലാർവകൾ ഉണ്ടാകുന്നത്, ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമുക്ക് വിശദമായിട്ട് നോക്കാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. ഇതിന് നമുക്കൊരു ബക്കറ്റ് ആവശ്യമാണ്. ഒരു 15-20 ലിറ്ററൊക്കെ കൊള്ളുന്ന ഒരു ബക്കറ്റാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അത്യാവശ്യം വലിപ്പമുള്ളതാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലതാണ്. അതേപോലെ തന്നെ കുറച്ച് PVC പൈപ്പിൻ്റെ ഫിറ്റിങ്സും കുറച്ച് ഒട്ടിക്കാനുള്ള MCL, അതുപോലെ കുറച്ച് PVC പൈപ്പുകളും എടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഓരോ ഭാഗത്ത് എത്തുമ്പോൾ എത്ര ഇഞ്ചിൻ്റെ ആണ്, എത്ര എണ്ണം വേണം എന്നുള്ളതൊക്കെയാണ് ഞാൻ 1 by 1 ആയിട്ട് പറയാം. അതേപോലെ തന്നെ ഹോൾ ഇടുന്നതിന് വേണ്ടിയിട്ട് ഡ്രില്ലിംഗ് മെഷീനും എടുത്തിട്ടുണ്ട്. ആദ്യം നമ്മൾ ഈ ബക്കറ്റിൻ്റെ അടപ്പിൻ്റെ ഏറ്റവും മുകളിലായിട്ട് ഒരു ഹോൾ ഇട്ട് കൊടുക്കുകയാണ്. ഇത് 1.25 ഇഞ്ചിൻ്റെ PVC പൈപ്പ് കയറാൻ പാകത്തിനുള്ളതാണ്. ഡ്രില്ലിംഗ് മെഷീൻ ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ചൂടാക്കിയിട്ട് എന്തെങ്കിലും കൂർത്ത സാധനം കൊണ്ടോ അല്ലെങ്കിൽ കത്തി കൊണ്ടോ ഒക്കെ നമുക്ക് മുറിച്ച് ആ ഒരു വണ്ണത്തിൽ ഉള്ള ഹോള് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഈ ഹോളിലൂടെ 1.25 ഇഞ്ചിൻ്റെ പൈപ്പിനെ നല്ല ടൈറ്റായിട്ട് അവിടെ ടൈറ്റ് ചെയ്ത് നിർത്തണം. അതിനുശേഷം ഇതിൻ്റെ മുകളിലായിട്ട് ഒരു ടീ വെച്ച് 1.25 ഇഞ്ചിൻ്റെ തന്നെ ടീ വെച്ച് ആ ടീക്ക് സമാന്തരമായിട്ട് 2 പൈപ്പിൻ്റെ കഷ്ണം കൂടി ചെരിച്ച് കട്ട് ചെയ്ത് നിർത്തണം. ഇതിലൂടെ ഈ ഹോളിലൂടെ ഈ ടീയിലൂടെ അകത്തേക്ക് കടന്നിട്ടാണ് ഈ ബ്ലാക്ക് സോൾജർ ഫ്ലൈ ഇതിനകത്ത് മുട്ടയിടുന്നത്. അതിനുശേഷം ഈ ബക്കറ്റിൻ്റെ ഒരു സൈഡിലായിട്ട് നമുക്ക് 1 ഇഞ്ച് വണ്ണത്തിലുള്ള ഒരു ഹോൾ ഇട്ട് കൊടുക്കണം. ഇതിലൂടെയാണ് ഈ ഒരു ഇപ്പോൾ നമ്മൾ ഇടുന്ന ഈ ഒരു ഹോളിലൂടെയാണ് ഇതിനകത്ത് നിന്നും ലാർവകൾ പുറത്തേക്ക് വരുന്നത്. മുകളിലിട്ട ഹോളിൻ്റെ അതേ സൈഡിൽ തന്നെ അടിയിലായിട്ട് ഏറ്റവും അടിയിലായിട്ട് ഒരു ഹോൾ കൂടി ഇട്ട് കൊടുക്കണം. 1 ഇഞ്ച് വണ്ണത്തിലുള്ള ഹോളാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഇതിലൂടെയാണ് ഇതിനകത്തു നിന്നുള്ള വേസ്റ്റ് വാട്ടർ അഥവാ സ്ലറി നമ്മൾ പുറത്തേക്ക് എടുക്കുന്നത്. ഈ പൈപ്പിൻ്റെ അറ്റത്തായിട്ട് ഒരു എൻഡ് ക്യാപ്പും കൊടുക്കുന്നുണ്ട്. എൻഡ് ക്യാപ്പോ അല്ലെങ്കിൽ അവിടെ ഒരു വാൾവോ നമുക്ക് ഫിറ്റ് ചെയ്യാവുന്നതാണ്. ഈ പൈപ്പുകളെല്ലാം ഫിറ്റ് ചെയ്ത ഭാഗത്ത് നന്നായിട്ട് MCL മിക്സ് ചെയ്ത് അവിടെ ഫിറ്റ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ആ ഭാഗങ്ങളിലൊന്നും തന്നെ വെള്ളം ലീക്കായി പുറത്തേക്ക് വരാൻ പാടില്ല. ഇനി നമുക്ക് 1 ഇഞ്ചിൻ്റെ ഒരു ഗ്രീൻ ഹൗസിൻ്റെ ഒരു 2 അടി നീളത്തിലുള്ള കഷ്ണം എടുക്കാം. ആ കഷ്ണത്തെ നമ്മൾ നീളത്തിൽ പൊളിച്ചെടുക്കുകയും വേണം. ഈ പൊളിച്ച പൈപ്പിനെ നമ്മൾ മുകളിലായിട്ട് സൈഡിലായിട്ട് വെച്ചിട്ടുള്ള ആ 1 ഇഞ്ച് പൈപ്പിൻ്റെ ടീയിലേക്കായിട്ട് കയറ്റി വെക്കണം. എന്നിട്ടത് അവിടെ കറക്റ്റായിട്ട് സ്ക്രൂ ചെയ്ത് നിർത്തണം. സ്ക്രൂ ചെയ്ത് നിർത്താവുന്നതാണ്, അല്ലെങ്കിൽ ഒട്ടിച്ച് നിർത്താവുന്നതാണ്. ഞാനവിടെ കറക്റ്റായിട്ട് ഫിറ്റായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് സ്ക്രൂ ചെയ്തിട്ടാണ് നിർത്തിയിട്ടുള്ളത്. അതേപോലെ തന്നെ ഈ അടപ്പിൻ്റെ മുകളിൽ നിന്നും താഴേക്ക് ഇട്ടിട്ടുള്ള 1.25 ഇഞ്ച് പൈപ്പിൻ്റെ പൈപ്പിലായിട്ട് ഞാൻ ഒരു കാർഡ്ബോർഡിൻ്റെ കഷ്ണം ഒന്ന് ചുറ്റിയെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് അടിയിലായിട്ട് സ്ലറി പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുള്ള ആ ഒരു പൈപ്പിലായിട്ട് ഒരു നെറ്റ് ചുറ്റി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഈ ബക്കറ്റിലായിട്ട് പച്ചക്കറിയുടെയും അതുപോലെ നമ്മൾ ഭക്ഷണത്തിൻ്റെ ഒക്കെ വേസ്റ്റ് നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഏകദേശം ഒരു 2-3 ദിവസം ആകുമ്പോഴേക്കും ഇതിൽ നിന്ന് പുഴുക്കളുണ്ടായി ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ കയറി വരാൻ തുടങ്ങും. ഒരാഴ്ചയോ 2 ആഴ്ചയോ കഴിയുമ്പോഴേക്കും പ്രായപൂർത്തിയായ പുഴുക്കൾ ഈ പാത്രത്തിലായിട്ട് നമ്മൾ സൈഡിലായിട്ട് വെച്ചിട്ടുള്ള ആ ഒരു ഹോർലിക്സിൻ്റെ കുപ്പിയിലായിട്ട് വന്ന് ചാടുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇനി ഈ ലാർവകളെ നമ്മൾ ഇൻക്യുബേറ്റർ ഉണ്ടാക്കുന്ന വീഡിയോയിൽ
വിരിഞ്ഞിറങ്ങിയ കോഴിക്കുഞ്ഞുങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ആ കുഞ്ഞുങ്ങൾ ഇതാ ഇത്രയും വലുതായിട്ടുണ്ട്. അവർക്ക് കൊടുക്കാം. ഇനി ഇതിൽ നടക്കുന്ന പ്രവർത്തനം എന്താണ് എന്ന് ഞാനൊന്ന് പറയാം. ഇതിൻ്റെ മുകളിലായിട്ട്, ഈ ബക്കറ്റിൻ്റെ മുകളിലായിട്ട് നമ്മൾ വച്ചിട്ടുള്ള ആ ഒരു ടീയിലൂടെ ബ്ലാക്ക് സോൾജർ ഫ്ലൈ അല്ലെങ്കിൽ കറുത്ത പട്ടാള ഈച്ചകൾ എന്ന് പറയുന്ന ഈ ഈച്ചകൾ അകത്ത് കയറി അതിനകത്ത് നമ്മൾ വച്ചിട്ടുള്ള കാർഡ്ബോർഡിൻ്റെ കഷ്ണത്തിലും അതുപോലെ ആ പച്ചക്കറിയുടെ വേസ്റ്റുകളിലൊക്കെ മുട്ടയിടും. ആ മുട്ടകൾ വിരിഞ്ഞിട്ടാണ് ഈ ലാർവകൾ ഉണ്ടാകുന്നത്. ഈ ലാർവ സ്റ്റേജിൽ നിന്ന് മാറി ഒന്ന് മെച്യൂർഡ് ആയി കഴിഞ്ഞതിന് ശേഷം ഈ വെട്ടുകൾ മുകളിലേക്ക് കയറി വരും. മുകളിലേക്ക് കയറുമ്പോൾ പുറത്തേക്കുള്ള നമ്മൾ വെച്ചിട്ടുള്ള ആ ഒരു പൈപ്പിലൂടെ പുറത്തേക്ക് വന്ന് ആ ബോട്ടിൽ വന്ന് ചാടുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഈ വെട്ടുകളുടെ ഒരു രീതി. ഇതിൻ്റെ അടിയിലായിട്ടുള്ള ആ ഒരു എൻഡ് ക്യാപ്പ് തുറന്നു കഴിഞ്ഞാൽ ഇതിനകത്തുള്ള വേസ്റ്റ് വാട്ടർ നമുക്ക് എടുക്കാൻ പറ്റും. ഇതിന് പറയുന്നത് സ്ലറി എന്നാണ്. ഈ സ്ലറി നമ്മൾ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ചെടികൾക്കൊക്കെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ല വളമാണ് എന്നാണ് പറയപ്പെടുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും, ഉപകാരപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.